അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ ത്വയ്യിബ വഅമലൻ മുതഖബ്ബല. സൂറത്ത് ഹജ്ജിലെ 32-33 വചനങ്ങളാണ് നമുക്ക് നാളെ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. ഇതിന് ആശയം വരുന്നത്, ആരെങ്കിലും അതാണ് കാര്യം ആരെങ്കിലും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതായാൽ നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാകുന്നു. ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതായാൽ അത് തീർച്ചയായും ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാകുന്നു. രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ബലിമൃഗങ്ങളാകുന്ന അവയിൽ ഒരു നിശ്ചിത അവധിയിലേക്ക് നിങ്ങൾക്ക് പ്രയോജനങ്ങളുണ്ട്. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്. പിന്നീട് അവയുടെ അനുവദിക്കപ്പെട്ട സ്ഥലം പുരാതനാലയത്തിലാകുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്, ഒരു നിശ്ചിത അവധി വരേക്കും നിങ്ങൾക്ക് ബലിമൃഗത്തിൽ ഉപകാരമെടുക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം അതിന്റെ ആ ഒരു അനുവദിക്കപ്പെട്ട സ്ഥലം എന്നുള്ളത് ബൈത്തുൽ അതീഖ് ആണ്, കഅബാലയം അല്ലെങ്കിൽ ഹറമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നു. ഇനി അതിനെ ദാലിക അതാണ്, വമൻ യുഅസ്സിം ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, ശആഇറല്ലാഹ് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ, ശഈറത്തുൻ ജമ ശആഇർ, ശആഇർ എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ. ഫഇന്നഹ എന്നാൽ നിശ്ചയമായും അത് മിൻ തഖ്വ ഭക്തിയിൽ നിന്നുള്ളതാണ്, അൽ ഖുലൂബ് ഹൃദയങ്ങളുടെ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതായാൽ തീർച്ചയായും അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽ നിന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ലക്കും നിങ്ങൾക്കുണ്ട്, അടുത്ത ആയത്താണ്, ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ അവയിൽ, മനാഫിഉ പ്രയോജനങ്ങൾ, ഇല അജലിൻ ഒരു അവധി വരെ, മുസമ്മ നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ നിങ്ങൾക്ക് ആ ബലിമൃഗങ്ങളിൽ പ്രയോജനങ്ങളുണ്ട്. സുമ്മ പിന്നെ, മഹില്ലുഹ അവയുടെ അനുവദിക്കപ്പെട്ട സ്ഥലം, മഹില്ലുഹ അവയുടെ അനുവദിക്കപ്പെട്ട സ്ഥലം, ഇലൽ ബൈത്തി ആ ആലയത്തിലാണ്, അൽ അതീഖ് പുരാതനാലയം, പുരാതനമായ ആ ആലയത്തിലാണ് അതിന്റെ നിശ്ചയിക്കപ്പെട്ട
അവധി നിശ്ചയിക്കപ്പെട്ട സ്ഥലം എന്നർത്ഥം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ബലി, നമ്മൾ ഹജ്ജിന് പോകുന്ന സമയത്ത് ബലിമൃഗം അതിനെ നമ്മൾ ബലി അറക്കും. ആ സമയത്ത് നമുക്ക് അതിൽ നിന്ന് പ്രയോജനം എടുക്കാം. ഏതുവരെ? അതിന് നിർണയിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആ ഒരു സമയം വരേക്കും അതിൽ നിന്ന് പ്രയോജനം എടുക്കാം എന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കാം. ഈ 2 ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അവിടെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങൾ എന്നാണ് പറഞ്ഞത്. ഷആയിർ നമ്മൾക്കറിയാം, ഓരോ സംഘടനകൾക്കാകട്ടെ, മതങ്ങൾക്കാകട്ടെ, സമുദായത്തിനാകട്ടെ, അവർക്കൊക്കെ അവരെ അറിയിക്കുന്ന ചില ചിഹ്നങ്ങൾ ഉണ്ടാകാം, അടയാളങ്ങൾ ഉണ്ടാവും, നിയമങ്ങൾ ഉണ്ടാവും. അതൊക്കെ എന്തിനാ വെച്ചാല് അവരെ സൂചിപ്പിക്കുന്നതാണ്. അത് ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് മനസ്സിലാവുക, അയാൾ ആ ഒരു മതത്തിൽപ്പെട്ട ആളാണ്, അതല്ലെങ്കിൽ ആ പാർട്ടിയിൽപ്പെട്ട ആളാണെന്ന് എങ്ങനെ മനസ്സിലാവുക? അയാൾക്ക് അതിലൂടെയുള്ള നിയമങ്ങളോട് എത്രത്തോളം കൂറ് പുലർത്തുന്നുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം അതിനെ ബഹുമാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങൾ ആരെങ്കിലും ആദരിക്കുന്നുണ്ടെങ്കിൽ, ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, മിൻ തഖ്വൽ ഖുലൂബ്, അതെന്താ? അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നുള്ളതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു മതത്തിന്റെ അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു നിയമം അതിനെ ലംഘിക്കുന്നതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ് അതിലുള്ള ആ ഒരു നിയമത്തെ അപമതിക്കുന്നതിന് വില കൊടുക്കാതെ അതിനെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു മതത്തിലെ ഒരു തിന്മ ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു തആല വിലക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്, അത് നമ്മൾ ചെയ്യുന്നു. അതിനേക്കാൾ ഏറെ ഗൗരവമാണ് അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയിട്ടുള്ള അവന്റെ ആ നിയമങ്ങളെ കൊച്ചാക്കി കാണുകയോ, അതല്ലെങ്കിൽ അതിനെ അവഗണിക്കുകയോ, അതല്ലെങ്കിൽ അതൊന്നും പരിഗണിക്കാത്ത കോലത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളെ, ചിഹ്നങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ തഖ്വയിൽ നിന്നുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുന്നു. ഇവിടെ നമുക്കറിയാം, മറ്റു മതങ്ങളിലാകട്ടെ, അതല്ലെങ്കിൽ മറ്റു പാർട്ടികളിലാകട്ടെ, ഏത് വിഭാഗങ്ങളിലായാലും അതൊക്കെ നിയമിക്കുന്നതും നിർമ്മിക്കുന്നതും മനുഷ്യരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഇസ്ലാമിലെ, പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്ത് നിന്നാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലെന്തില്ല? വൈരുദ്ധ്യങ്ങളില്ല. ഇനി ഈ ഷആയിർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങൾ, അത് ഏതൊക്കെ കോലത്തിലുണ്ടാവും, ഏതൊക്കെ വിധത്തിലുണ്ടാകും? ഒന്ന്, സ്ഥലത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല എന്താക്കിയിട്ടുണ്ട്? പവിത്രത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സമയത്തിന് അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആരാധനകളായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രതകൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ, ഒന്ന്, സ്ഥലം, അതിനേതാ? അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള പവിത്രത നൽകിയതാണ് അറഫ, മക്ക, അതുപോലെ തന്നെ മദീന. ചില വസ്തുക്കൾക്ക്, കല്ല്, ഹജറുൽ അസ്വദ് പോലുള്ള ആ വസ്തുക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതിനെന്താക്കണം? നമ്മൾ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറുക്കുവാൻ വേണ്ടി ഹജ്ജിന് കൊണ്ടുപോകുന്ന മൃഗത്തെ, അതിനെയും അതുപോലെയുള്ള ആ ആദരവും ബഹുമാനവും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, അവരുടെ കാലത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് അവരെ ബലി അറക്കുന്ന ആ മൃഗത്തിന് പ്രത്യേകം ഭക്ഷണങ്ങളൊക്കെ നൽകി അതിനെന്താക്കുമായിരുന്നു? പുഷ്ടിപ്പെടുത്തുമായിരുന്നു. അതെന്താണ്? ആ മൃഗത്തോടുള്ള ആദരവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത് നിയമമാക്കിയിട്ടുള്ള മതചിഹ്നത്തിന്റെ ഭാഗമായതിനാൽ തന്നെ അതിനെ ആദരിക്കേണ്ട രൂപം അങ്ങനെയാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ ഷആയിർ, അത് ചില സമയങ്ങളിൽ വരും. അതാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്ന മുഹറം, ഷഹറുല്ലാഹിൽ മുഹറം. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റമദാനിലും അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രത നൽകി. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിൽ ആദ്യത്തെ 10 ദിവസം, അറഫ ദിവസത്തെ നോമ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുള്ള ആ ഒരു നിയമങ്ങൾ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്തു നിന്നുള്ളതാണ് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇബാദത്തുകൾ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ, അതിനൊക്കെ എന്താക്കണം? നമ്മൾ ബഹുമാനിക്കണം. അതൊക്കെ എന്തിന്റെ ഭാഗമാണ്? അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ട്, അവരുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ തെളിവാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഖുർആനിക വചനത്തിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇത് പൊതുവായ ഒരു തത്വം പറഞ്ഞതാണ് അല്ലാഹു സുബ്ഹാനഹു തആല. വമൻ യുഅദ്ദിം ശആയിർ അല്ലാഹ്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുകയാണ് എങ്കിൽ അതെന്താണ്? വഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അവരുടെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഖുർആന്റെ ഒരു ശൈലിയാണ്, ഒരു ഭാഗത്ത് പൊതുവായ കാര്യം പറയും, പൊതുവായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം പറയും,
എന്നിട്ട് ശേഷം അതിന്റെ വിശദീകരണം, അതല്ലെങ്കിൽ അത് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മറ്റു സ്ഥലത്ത് അതിന് വിശദീകരിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, അള്ളാഹു സുബ്ഹാനഹു തആല പിന്നെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഹലാലാക്കി. പക്ഷേ ചില സംഗതികൾ എന്താക്കി, ഞാൻ വിരോധിച്ചിട്ടുണ്ട്, അതൊഴികെയുള്ളത് ബാക്കിയെല്ലാം നമുക്ക് ഭക്ഷിക്കാം. എന്നിട്ട് നമ്മൾ പറഞ്ഞു പന്നി മാംസം, രക്തം, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു തആല വിലക്കിയതാണ്. അവന്റെ പേരിൽ അല്ലാതെ അറക്കുന്നത്, ചത്തത്, പിന്നെ എന്തെങ്കിലും വസ്തുക്കൾ കുത്തേറ്റ് ചത്തത്, അങ്ങനെ തുടങ്ങിയതൊന്നും പറ്റൂല. അതല്ലാത്ത ബാക്കിയിൽ നിങ്ങളെല്ലാം നിങ്ങൾക്ക് ഹലാലാക്കി. അത് വേറൊരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെയാണ് ഇവിടെയും മുഫസ്സിരീങ്ങളൊക്കെ വമൻ യുഅദ്ദിം ശആഇറല്ലാഹ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത് പൊതുവായിട്ടുള്ള ചില സംഗതികളാണ്. പക്ഷെ ഈ ആയത്തിൽ ഇവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശദീകരണമായതിനാൽ തന്നെ പണ്ഡിതന്മാർ അതിന് പറഞ്ഞത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് അൽബുദിൻ, അത് ബലിമൃഗത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിച്ചത്. ആരെങ്കിലും ആ ബലിമൃഗത്തെ ബഹുമാനിക്കുകയാണ് എങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഅ്ദമു ശആഇർ, ഏറ്റവും അള്ളാഹുവിന്റെ ചിഹ്നം എന്ന് പറയുന്നത് അൽ ബൈത്ത്, കഅബാലയമാണ്. ആ കഅബാലയത്തിന് വേണ്ട ആ ഒരു പവിത്രതയും ഭക്തിയും എല്ലാം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ അബി മൂസ റഹിമഹുല്ല പറഞ്ഞത്, പിന്നെ ആ എന്താണ് ഷായറുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുസ്ദലിഫയിൽ നിൽക്കുന്നതും ജംറയിൽ കല്ലെറിയുന്നതും അതുപോലെ തന്നെ സഅയ് നടത്തുന്നതും ഹൽഖ് തലമുണ്ടനം ചെയ്യുന്നതും ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സംഗതിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ മഹാന്മാരായ സലഫുകൾ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഖുർആനിന്റെ ശൈലിയാണ് ഒരു സംഗതി പൊതുവായി പറയുകയും ശേഷം അതിന്റെ എന്താണ് പിന്നെ അതില് ആ പൊതുവായിട്ടുള്ള സംഗതികളിൽ ഏതൊക്കെയാണ് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് എന്ന് ചില ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് സഫയും മർവയും. സഫയും മർവയും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നത്തിൽ പെട്ടതാണ്. വൽബുദന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങളായിക്കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ബലിമൃഗം, അതും റബ്ബ് സുബ്ഹാനഹു തആലയുടെ ചിഹ്നങ്ങളായിക്കൊണ്ടാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പൊതുവായി അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സംഗതി പറഞ്ഞു, അതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രത നൽകിയിട്ടുള്ള ആ ഒരു എല്ലാ പവിത്രത നൽകിയിട്ടുള്ളതിനെയും നമ്മൾ ബഹുമാനിക്കുന്നു. അത് നമ്മുടെ തഖ്വയുടെ ഭാഗമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, മതത്തിലെ നിയമം അത് ലംഘിക്കുന്നതിനേക്കാൾ, ചെയ്യാതെ അതിനെതിരെ പ്രവർത്തിക്കുന്നതിനേക്കാൾ ഏറെ ഗൗരവമുള്ളതാണ് പവിത്രത നൽകിയിട്ടുള്ള ആ ഒരു നിയമത്തെ അതിനെ ധിക്കാരത്തോടു കൂടിയോ അതല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്. അതാണ് വമൻ യുഅദ്ദിം ശആഇരില്ലാഹ്. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ലക്കും ഫീഹാ മനാഫിഉ ഇലാ അജ്ലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരേക്കും നിങ്ങൾക്ക് അതിൽ എന്തുണ്ട്, പ്രയോജനമുണ്ട്. ഇപ്പൊ ബലിമൃഗം നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അതിന് ആ ഒരു മൃഗവും ആയിക്കൊണ്ടാണ് ഹജ്ജിലേക്ക് അവർ പോയിരുന്നത്. അപ്പൊ ആളുകൾ എന്താക്കൂല, അതിൽ കയറുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസിൽ കാണാം, അദ്ദേഹത്തിൽ നിന്ന് റിവായത്തിൽ നിന്ന് ഹദീസിൽ കാണാം, ഹജ്ജിന് പോവുകയാണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു സ്വഹാബി ആ ബലിമൃഗത്തെ അതും കൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇർക്കബഹ, അതിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ബലിമൃഗമാണ് പ്രവാചകരെ എന്ന് പറഞ്ഞു. പിന്നെയും പറഞ്ഞു, ഇർക്കബഹ വൈഹക്, നിനക്ക് നാശം, നീ അതിൽ കയറി സഞ്ചരിക്കൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, ആവശ്യപ്പെട്ടു. അപ്പൊ ആളുകൾക്ക് ഇത് അറിയില്ലായിരുന്നു. അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലക്കും ഫീഹാ മനാഫിഉ ഇലാ അജ്ലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. അതെന്താണ്, അറക്കുന്ന ആ ഒരു ഘട്ടം വരേക്കും അതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം, പ്രയോജനങ്ങൾ എടുക്കാം. ഏതൊക്കെ വിധത്തിലുള്ള പ്രയോജനങ്ങളാണ് ആ മൃഗത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാം? പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. അതിന്റെ പാല് അത് നമുക്ക് എന്താക്കാം, അറക്കുന്നത് വരേക്കും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാക്കുന്ന കമ്പിളി, അതുപോലെ തന്നെ അതിന്റെ രോമങ്ങൾ, മുടികൾ, അതെല്ലാം നമുക്ക് എന്താക്കാം, പ്രയോജനമായി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനൊരു സഞ്ചാര വസ്തുവായിക്കൊണ്ട് ആ ഒരു ഘട്ടം വരേക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ മനാഫിയോ കൊണ്ട് ഏത് വരില്ല, അജലി മുസമ്മ, ഏതാണ് ആ അവധി? അവധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരാണ്. ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാ പറഞ്ഞു, അൽ മനാഫിഉ മിനൽ ബുദിൻ ഖബ്ല നഹർ, അറുക്കുന്നത് വരേക്കും,
അപ്പൊ ഹജ്ജിന്റെ ഘട്ടങ്ങളിലെല്ലാം നമുക്ക് പ്രയോജനം ഉപയോഗപ്പെടുത്താം. അറുക്കുന്ന ആ ഘട്ടം വരേക്കുമാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല അജ്ലി മുസമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറുക്കുന്നത് വരേക്കും നമുക്കതിന് പ്രയോജനം എടുക്കാം. മറ്റു വിഭാഗം ആളുകൾ പറഞ്ഞു അൽ മനാഫിഉ ലത്തി ഫീഹാ ഖബ്ല അൻ യുസമ്മ ലിൽ ഹദി, അതിനെ ഹദി ബലിമൃഗമാണ്, ഇത് ഹജ്ജിന് വേണ്ടി ബലിമൃഗമായിക്കൊണ്ട് ഞാൻ നേർച്ചയാക്കിയിട്ടുള്ളതാണ് എന്ന് പറയുന്ന ആ ഒരു ഘട്ടം വരേക്കും, അതിന് പേര് വരുന്ന ആ ഒരു അവസ്ഥ വരേക്കും അതിനുപയോഗിക്കാം. പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താക്കാൻ പറ്റില്ല, അതിനെ ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നും പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ അതിൽ റാജിഹായിട്ടുള്ള ഏറ്റവും നല്ല അഭിപ്രായം എന്നുള്ളത് ഒന്നാമത്തതാണ്. അതിന് അറുക്കുന്നത് വരേക്കും എന്താക്കാം, അതിൽ നിന്നും നമുക്ക് പ്രയോജനം എടുക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ തെളിവായിട്ട് പറഞ്ഞതായി കാണുവാൻ സാധിക്കും. സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്, പിന്നെ അതിന്റെ ആ ഒരു അവധിയുള്ള ആ ഒരു ഭാഗം എന്നുള്ളത് ഇലൽ ബൈത്തിൽ അതീഖ്, അതെന്താണ്, പുരാതനാലയമായ കഅബയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നമ്മൾ പറഞ്ഞിരുന്നു ഇതിന് മുമ്പത്തെ ആയത്തിൽ അൽ ബൈത്തുൽ അതീഖ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതീഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, രണ്ട് കാര്യമുണ്ട്. ഒന്ന് പുരാതനാലയം, അതുപോലെ തന്നെ വിമുക്താലയം. രണ്ടു പേര് വരാനുള്ള കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മണ്ടോ? വിമുക്താലയം എന്ന് പറയാനുള്ളതും അതുപോലെ തന്നെ നല്ല പുരാതനാലയം എന്ന് പറയാനുള്ള രണ്ടും കാരണമായി കൊണ്ട് വിശദീകരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് വിമുക്താലയം എന്ന് ഈ ബൈത്തുൽ അതീഖിന് അർത്ഥം പറയാനുള്ള കാരണം? കാലങ്ങളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പുറമേ നിന്നുള്ള ശക്തികളിൽ നിന്ന് സംരക്ഷിച്ചു. അവിടെ എന്താക്കിയിട്ടില്ല, പ്രത്യേകമായിട്ട് വലിയ ശക്തികൾ വന്നുകൊണ്ട് അതിന് കേടുപാടുകൾ വരുത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ എന്താക്കിയേ, വിമുക്താലയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പണ്ഡിതന്മാർ ഇതിന് അർത്ഥം വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബൈത്തുൽ അതീഖ് പുരാതനാലയം, പണ്ട് മുതലേയുള്ള ആ ഒരു ഭവനമായതിനാൽ തന്നെ ബൈത്തുൽ അതീഖിന് പുരാതനാലയം എന്നുള്ള അർത്ഥമുണ്ട്, അതുപോലെ തന്നെ വിമുക്താലയം എന്നുള്ള അർത്ഥമുണ്ട്. ഇതാണ് ഈ ആയത്തിൽ നിന്ന് ചുരുക്കി നമുക്ക് മനസ്സിലാക്കേണ്ട സംഗതികൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നുകൂടി പാരായണം ചെയ്യാം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. هذا والله أعلم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.